പാലിയക്കരയിൽ ചോർന്നുപോയത് 63,000 സിലിണ്ടറിലേക്കുള്ള പാചകവാതകം. പൈപ്പ് ലൈനിന്റെ ചോർച്ച അടയ്ക്കാൻ 3 ദിവസം വേണം. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പെട്രോൾ പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ KSPPL കമ്പനിയുടെ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ സംഭവത്തിൽ നഷ്ടമായത് 60,000 സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിനുള്ള പാചകവാതകമെന്ന് കണക്ക്. കൊച്ചി സേലം പൈപ്പ് ലൈനിൽ ഒരടി വ്യാസമുള്ള പൈപ്പിന്റെ 12 കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് ചോർച്ച ഉണ്ടായത്. ഈ സമയം 900 ടൺ പാചകവാതകം പൈപ്പിലുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പൈപ്പ് ലൈനിൽ നെല്ലായിയിലും മരത്താക്കരയിലുമുള്ള വാൽവുകൾ അടച്ച ശേഷം ഈ ഭാഗത്തെ ഗ്യാസ് നീക്കം ചെയ്ത് വെള്ളം നിറച്ച് പമ്പു ചെയ്ത് വൃത്തിയാക്കിയ ശേഷം വേണം ചോർച്ച അടയ്ക്കാൻ. ഇതിന് കുറഞ്ഞത് 3 ദിവസത്തെ പണിയുണ്ടാകും. ഈ സമയം അത്രയും ചോർച്ചയിലൂടെ പുറത്തുപോകുന്ന ഗ്യാസ് വെള്ളം പമ്പ് ചെയ്ത് ശക്തി കുറച്ചുകൊണ്ടിരിക്കുകയും വേണം. ബുധനാഴ്ച വൈകിട്ട് 6 വരെ പുതുക്കാട് അഗ്നിരക്ഷാസേന 6 യൂണിറ്റ് വെള്ളം ഇതിനായി ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പിന്റെ ചോർച്ചയുള്ള ഭാഗത്ത് പുറത്തേക്ക് വരുന്ന വാതകവും വെള്ളവുമായി ചേർന്ന് ഐസ് രൂപപ്പെടുന്നത് ചോർച്ച കുറയാൻ സഹായിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. BPCL അധികൃതർ നിർദ്ദേശിച്ച സ്ഥലത്ത് ഡ്രിൽ ഉപയോഗിച്ച് തുളച്ചതോടെയാണ് ചോർച്ചയ്ക്കിടയാക്കിയത്. തുളയിൽ ഡ്രില്ലിന്റെ കൂർത്ത ഭാഗം ഒടിഞ്ഞിരിപ്പുണ്ടെന്നാണ് സ്ഥലത്തെത്തിയ KSPPL അധികൃതർ പറയുന്നത്. പെട്രോളിയം അധികൃതർ തെറ്റായി ലൊക്കേഷൻ അടയാളപ്പെടുത്തിയതാണ് പൈപ്പ് മാറി തുളയ്ക്കാൻ കാരണമെന്നും KSPPL അധികൃതർ പറഞ്ഞു. നിലവിൽ 8 മീറ്റർ താഴ്ചയിലാണ് KSPPLന്റെ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. മണലിപ്പുഴയിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ ആദ്യം മണ്ണിടിച്ചിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ 2-3 ദിവസങ്ങൾ നീളുമെന്ന് ഉറപ്പാണ്. TCV ന്യൂസ്, പുതുക്കാട്.